ചീമേനിയിലെ അനശ്വരരായ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കമിട്ട് തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പടന്നയിലും തൃക്കരിപ്പൂരിലും നീലേശ്വരത്തുമുള്ള ആരാധനാലയങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. ജനാധിപത്യ പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ചീമേനിയിലെ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ UDF നേതാക്കൾക്കൊപ്പം പ്രണാമമർപ്പിച്ചാണ് സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. കെട്ടിവെക്കാനുള്ള തുക ചീമേനി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് UDF സ്ഥാനാർത്ഥിക്ക് നൽകി. കോൺഗ്രസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ഞങ്ങളുടെ കോട്ടയാണ് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഉറപ്പില്ല ഇത്തവണ അവർ ജയിക്കുന്നുള്ള കാര്യം. അവർക്ക് അവരുടെ സംശയത്തിലാണ്, ആകുലതയിലാണ്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നിറങ്ങിയപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം വാസ്തവത്തിൽ നമ്മുടെ കോട്ടയുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും എന്നാൽ അതോടൊപ്പം എതിരാളികളുടെ കോട്ടയിൽ വിള്ളലുകൾ വീഴുകയും ചെയ്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കി. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മാമുനി വിജയൻ, P കുഞ്ഞിക്കണ്ണൻ, ടോമി പ്ലാച്ചേരി, തോമസ് മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് V ബാലൻ, സിദ്ദിഖ് അമത്തല, INTUC ജില്ലാ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TP ധനേഷ്, ഈസ്റ്റ് എളേരി പ്രസിഡന്റ് ജോർജ് അലക്സ് എന്നിവർ സംസാരിച്ചു. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതാനുഷ്ഠാനത്തിന് ശേഷം എത്തിയ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന സഹോദരർക്കൊപ്പം മധുരം കഴിച്ചും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിറങ്ങിയവർക്ക് ഈദ് മുബാറക് നേർന്നും ആലിംഗനം ചെയ്തും UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പടന്നയിലെ വിവിധ പള്ളികളിലെത്തി. UDF നേതാക്കളായ TKC മുഹമ്മദ് അലി ഹാജി, KP പ്രകാശൻ, UC മുഹമ്മദ് കുഞ്ഞി, സലീൽ പടന്ന തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന നീലേശ്വരത്തെ പ്രമുഖമായ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനാർത്ഥി ദർശനം നടത്തി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ അനുഗ്രഹം തേടിയ ശേഷം വലിയ പറമ്പിലെ വിവിധ സ്ഥാപനങ്ങളിലും ബീച്ചുകളിലും വോട്ടർമാരെ കണ്ട് വോട്ട് തേടി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.